ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുടനീളം വെളിപ്പെടുക എന്നുള്ളത്. നമ്മുടെ കുടുംബജീവിതത്തിന്മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ജോലി മേഖലകളിന്മേൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിന്മേൽ, നമ്മുടെ ആത്മീയ മേഖലകളിന്മേൽ അതെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ മേഖലകളിലെല്ലാം വെളിപ്പെടണമെന്നുള്ളത്. പക്ഷേ അതിനകത്തൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താ? കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക, അതനുസരിക്കുക, കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രകാരം നടക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. വചനം ശ്രദ്ധയോടെ കേൾക്കണം, വചനം ശ്രദ്ധയോടെ പ്രാപിക്കണം, അത് അനുഷ്ഠിക്കണം. ആവർത്തനം 7:13 ഇങ്ങനെ വായിക്കുന്നു: അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിലുള്ളത്. അതിൻ്റെ 12ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായി യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയവും നിനക്കായി പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഏതൊക്കെ മേഖലകളിലാണോ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുവാനുള്ളത്, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചനുസരിച്ച് നടന്നാട്ടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യും. അതെ, ഇസഹാക്കിനെ നോക്കിയാട്ടെ. ഇസഹാക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇസഹാക്ക് ശിരസ വഹിച്ചു. സാഹചര്യം പ്രതികൂലമായിരുന്നു, അതെ വരൾച്ചയായിരുന്നിട്ടും ഇസഹാക്ക് ഗെരാരിൽ വിതച്ചു. എന്തു സംഭവിച്ചു? 100 മേനി കൊയ്തെടുത്തു. അതെ, ആ ദേശക്കാർക്ക് അസൂയ ഉണ്ടാകത്തക്ക അളവിൽ സ്വർഗത്തിന്റെ ദൈവം ഇസഹാക്കിനെ ആ ദേശത്ത് വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി ദൈവം തീർത്തു. എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വരൾച്ചയുടെ അനുഭവമായിക്കോട്ടെ, ഇന്ന് പകലിൽ കാരണം ഇതായിരിക്കാം: ദൈവവചനം പ്രമാണിക്കാതിരിക്കുന്നതായിരിക്കാം. അതെ, പിശാചിന് ലൂപ്പ് കൊടുക്കരുത്. വചനം പ്രമാണിച്ചാട്ടെ, വചനം പ്രമാണിച്ച് വചനം അനുസരിച്ച് നടന്നാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഡ്രൈനസ് നിങ്ങളെ വിട്ടുപോകും. അത് ഇന്ന് പകലിൽ ഏതൊക്കെ മേഖലകളിലാണോ ഡ്രൈനസ് അനുഭവിക്കുന്നത്, വരൾച്ച അനുഭവിക്കുന്നത്, ദൈവവചനം പ്രമാണിച്ചു തുടങ്ങിയാട്ടെ, കർത്താവിൻ്റെ വചനം അനുഷ്ഠിച്ച് നടന്നാട്ടെ സ്വർഗത്തിന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വിധത്തിലുള്ള വരൾച്ചകൾ അവരുടെ മുന്നിൽ നിന്ന് നീങ്ങി സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടട്ടെ. കർത്താവ് വലിയൊരു ബ്രേക്ക് ത്രൂവിനെ ഇവരുടെ സകല മേഖലകളിന്മേലും കൽപ്പിച്ചാക്കിയാനായിട്ട് യേശുവിനോട് നന്ദി പറയുന്നു. സകല മാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.